രാജ്യത്തും രാജ്യത്തിന് പുറത്തും എവിടെയൊക്കെ മലയാളികളുണ്ടോ ലോക മലയാളികൾക്കിടയിൽ വായനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും വായന പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള വിവിധ പരിപാടികളാണ് നടന്നു വരുന്നത്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല, ഇനിയും നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ ഇതുപോലുള്ള ചടങ്ങുകളിൽ ഞങ്ങളോട് വായനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറയാറുണ്ട്. മാത്രവുമല്ല, അന്ന് കുട്ടികളുടെ കവി കുഞ്ഞുണ്ണി മാഷ് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അദ്ദേഹം തന്നെ നേരിട്ട് വരാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അറിയാം അല്ലേ? അപ്പോ നിങ്ങളതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. വായന ഒരാളുടെ വ്യക്തിത്വത്തിൽ അയാൾ അറിവ് ആർജിക്കുന്നതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ കാലം മാറി, ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ച് വേറെയും ചില മാർഗങ്ങളുണ്ട് എന്നത് വസ്തുതയാണ്. ഈ റീഡിങ്ങും നമ്മുടെ മുമ്പിലുള്ള മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടത് വായനയെ തന്നെയാണ്. അങ്ങനെ നല്ല വായനശീലമുള്ളവരായി നിങ്ങളൊക്കെ മാറണം. ഇവിടെ മുഖ്യമന്ത്രി നിങ്ങളോട് ഉത്ബോധിപ്പിച്ചത് ഒരു ദിവസം കുറച്ചെങ്കിലും വായിക്കണം എന്നാണ്. പൊതുകാര്യങ്ങൾ വായിക്കണം. നമ്മൾ പഠിക്കേണ്ട സിലബസ് മാത്രമല്ല, അതിനപ്പുറത്തുള്ള കാര്യങ്ങളും വായിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണം. അത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വായനയ്ക്ക് വേണ്ടി ലോകമെമ്പാടും മലയാളി സമൂഹത്തിനിടയിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്തുണയോടുകൂടിയാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ സംരംഭം കാലങ്ങളായി നടന്നു വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ശ്രീ ബാലഗോപാലിനും ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.